നീ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ടുള്ളതാ? നിന്നെ കാണുന്നില്ല അല്ലിട്ട് നിന്റെ പോരെ തന്നെ വിളിച്ചിട്ട് അതുപോലാക്കുന്നുണ്ട്. നിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമായാ? പ്രശ്നമില്ലാത്ത ദിവസമില്ല, ഡെയിലി എന്തെങ്കിലും ഒരു കാരണം കൊണ്ടുവരും. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം എന്തുണ്ടാവല, അതിന് ശേഷം തൊട്ടനും പിടിച്ചനും പ്രശ്നം തന്നെ. ഇപ്പൊ പുതിയൊരു പ്രശ്നം കൊണ്ടുവന്നിന്. എൻ്റെ പോരെന്ന് ഞാൻ മാറി താമസിക്കണല്ലോ, വേറെ പോരെ വാടകയൊക്കെ എടുക്കണം പറഞ്ഞിട്ട്. അപ്പൊ ഉമ്മല്ലോ? ഞങ്ങൾക്കറിയാലോ ഇപ്പൊ എന്താക്കണ്ടേന്ന്. ഓൾക്ക് എൻ്റെ പോരയിൽ നിൽക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. ഓൾക്ക് ഇപ്പൊ ഒരു പോരെ വാടകയൊക്കെ എടുത്തിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. ഇപ്പൊ ഒരു പോരെ വാടകയൊക്കെ എടുക്കണമെങ്കിൽ എത്ര ചെലവുണ്ട്. ഇതെല്ലാം എടുക്കാൻ പൈസ എടുത്തുള്ളത്. ഇതൊന്നും പറഞ്ഞെങ്കിൽ മനസ്സിലാണ്ടേ? ഞാൻ ഓളോടൊന്ന് മുണ്ടി നോക്കുന്നുണ്ടാ, നീ ടെൻഷൻ ആക്കണ്ട. 8 കൊല്ലത്തിലാവും. ഞാൻ പറഞ്ഞവള് കേൾക്കുന്നില്ല, പിന്നെ നീ പറഞ്ഞ കേൾക്കാൻ. നീ വെറുതെ നിന്റെ വില കളിയുണ്ട. നീ അങ്ങനെ പറഞ്ഞെങ്കിൽ എങ്ങനെ ശരിയാന്നേ? നമുക്കിത് ശരിയാക്കണ്ടേ? ഇത് ശരിയാവാനൊന്നും പോകുന്നില്ല. ശരിയാവണമെങ്കിൽ അതെങ്കിൽ പൈസക്കാരൻ്റെ മോനെ ജനിക്കണമെങ്കിൽ. സന്തോഷവും സമാധാനവും പൈസ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ പോലത്തെ കൂലിപ്പണിക്ക് പോകുന്നവർക്ക് തണ്ടിത്തിരിഞ്ഞ് നടക്കാനേ കഴിയും.